إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. اللهم زد لهم تشريفا وتكريما وتعظيما. اللهم انفعنا بعلومهم وأسرارهم في الدارين. اللهم اغفر لهم وارحمهم يا عفو يا كريم. اللهم ادخلهم الجنة وأعيذهم من عذاب القبر وفتنته ومن عذاب النار. اللهم بارك لنا في كل أمورنا لا سيما في أمرنا وفي اجتماعنا هذا بركة تامة دائمة كثيرة كما باركت على عبادك الصالحين. اللهم نبّئ بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا وقنا من شر وساوس الشيطان فأجرنا منه يا رحمن. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اختم آجالنا ناطقين بكلمة التوحيد في يوم الجمعة أو في نهارها مع الإيمان التامة والتوبة الخالصة يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കല സമരമാവുന്ന കാലത്ത്, സാഹിത്യ പ്രവർത്തനങ്ങൾ പ്രതിരോധായുധമായി മാറേണ്ടുന്ന കാലത്ത് അത്തരം സമരായുധങ്ങളെ മൂർച്ഛപ്പെടുത്താനുള്ള വേദിയായാണ് SSF സാഹിത്യോത്സവുകൾ സംഘടിപ്പിക്കുന്നത്. SSF കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. 2021 കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് TD രാമകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കുന്നത് സയ്യിദ് തറവാട്ടിലെ മഹനീയ സാന്നിധ്യം സയ്യിദ് സയദുള്ള തങ്ങൾ അവർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതമോതുന്നു. സന്ദേശ പ്രഭാഷണം നടത്തി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് SSF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അനസമാനി ഉസ്താദാണ്. ഉസ്താദിനെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോട് ആശംസ നേരുന്ന SYS കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രതിനിധികൾ, ഈ സംഗമത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും SSF സാഹിത്യോത്സവ വേദിയിൽ പ്രതിഭാത്വത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്ത് ഈ വേദി അധ്യക്ഷത നിർവഹിക്കുന്നതിന് വേണ്ടി SSF കൂത്തുപറമ്പ് ഡിവിഷൻ പ്രസിഡന്റ് റുഫൈദ് സയദി ഉസ്താദിനെ ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവം ആഗസ്റ്റ് 20-21 തീയതികളിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി പ്രൗഢോജ്വലമായ ഉദ്ഘാടന സെഷനാണ് നടക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. SSFൻ്റെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രീതികളിൽ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യത്തോടുകൂടി. അതിനുള്ള കാരണം ഇതുപോലെയുള്ള സംഗമങ്ങളും പരിപാടികളുമാണ്. നിഖില മേഖലകളിൽ വ്യത്യസ്ത രൂപഭാവങ്ങൾ നൽകി സാഹിത്യോത്സവ് 3ാം പെരുന്നാളായി ആഘോഷിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഉദ്ഘാടന സെഷനാണ് നടക്കുന്നത്. ഉദ്ഘാടന സെഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് DT രാമകൃഷ്ണൻ സാറെ ക്ഷണിച്ച് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും. SSF കൂത്തുപറമ്പ് ഡിവിഷനിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും SSFൻ്റെ ആഭിമുഖ്യത്തിലുള്ള സാഹിത്യോത്സവ പരിപാടികൾ നടക്കുകയാണ്. ചെറുപ്പക്കാരിലെ എഴുത്തിലും വായനയിലുമുള്ള താല്പര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ഭാഷാ പ്രയോഗത്തിലും ചിന്താശേഷിയിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കാനും സാഹിത്യോത്സവത്തിലെ മത്സര പരിപാടികൾക്ക് കഴിയുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ ഒരു ദുരിതകാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അടച്ചിരിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ വന്നിട്ടുണ്ട്. പലരും വാക്സിൻ എടുത്തു കഴിഞ്ഞവരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ ജാഗ്രത നമ്മൾ ഈ കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോയി മുന്നോട്ട് പോയാലേ കോവിഡിനെ നമുക്ക് മറികടക്കാൻ കഴിയും. അനാവശ്യമായ യാത്രകളും കൂടിച്ചേരലുകളും പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. വായന അത്തരം അവസരത്തിൽ വലിയൊരു സാധ്യതയാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ പല സ്ഥലങ്ങളിലേക്കും മനസ്സുകൊണ്ട് സഞ്ചരിക്കാം. ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് വ്യക്തികളെപ്പോലെ പരിചയപ്പെടാൻ കഴിയും. നിരവധി പുസ്തകങ്ങൾ അതിനുദാഹരണമായിട്ട് പറയാൻ പറ്റും. മലയാളികളുടെ ആരാധ്യനായ എഴുത്തുകാരൻ M. മുകുന്ദേട്ടൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ മയ്യഴിയിലേക്ക് പോകുന്നു. മാത്രമല്ല ഒരു സമീപ ഭൂതകാലത്തിലേക്ക്, അതിലെ സംഭവങ്ങൾ നടന്ന ആ ഭൂതകാലത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യും. ദാസനെ പോലെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നു. അവരുടെ ജീവിതവുമായിട്ട്, ആ നാടിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു. നമ്മുടെ വീട്ടിനകത്തിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ട് നമ്മൾക്കൊരേ സമയം മയ്യഴിയിലേക്ക് യാത്ര ചെയ്യാനും ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനുമൊക്കെ വായന നമ്മളെ സഹായിക്കുന്നു. എഴുതാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഭാവനയിലൂടെ ഒരു പുതിയ സ്ഥലം സൃഷ്ടിക്കുമ്പോൾ, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് അടച്ചിരിക്കുകയാണെന്നൊരു പ്രതിസന്ധിയില്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ
ഏറ്റവും ശക്തമായ ചില മാർഗങ്ങളാണ് വായനയും എഴുത്തുമൊക്കെ. തീർച്ചയായിട്ടും മറ്റ് കലാപ്രവർത്തനങ്ങളും ഇതിനുള്ള സാധ്യത തന്നെയാണ്. പാട്ട് പാടാൻ കഴിയുന്നവർക്ക് പാടാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. എന്തിന് സംഗീതോപകരണങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കാൻ പോലും ഈ അവസരം ഉപയോഗപ്പെടുത്താം. ടെക്നോളജിയെ ഒരു വെല്ലുവിളിയായിട്ടല്ലാതെ ഒരു സാധ്യതയായി തിരിച്ചറിയുന്ന ഒരു കാലമാണ് കോവിഡ് കാലം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം മീറ്റിങ്ങുകൾ ഓൺലൈനായിട്ട് സംഘടിപ്പിക്കുന്നതും ഞാൻ തന്നെ നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കുന്നതുമൊക്കെ. അത് തിരിച്ചറിഞ്ഞ് സർഗാത്മകതയ്ക്കുള്ളൊരു സാധ്യതയായി ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുകയും മനുഷ്യ സമൂഹത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ സാഹിത്യമെന്ന കലാരൂപം, ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന കലാപ്രവർത്തനം മനുഷ്യ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഒരു കഥ എഴുതുമ്പോഴോ കവിത എഴുതുമ്പോഴോ കവിത ചൊല്ലുമ്പോഴോ ഒക്കെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെ മനുഷ്യരോടാണ് ഇടപെടുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടെ ഈ SSF സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രതിസന്ധിയായി തീർന്നിട്ടുള്ള കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ ഓരോരുത്തരും വലിയ ജാഗ്രതയോടെ മറികടക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറളില്ലാഹി മാ ബഅദ്. ഫഖദ് ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൽ ബയാനി ലസിഹറ. പ്രിയപ്പെട്ട മോമിനികളെ, ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങൾക്കും സംഘടനയുടെ 1000 വിപ്ലവാഭ്യർത്ഥികൾ. വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തായി ലഭിച്ച കമ്മ്യൂണിറ്റിയാണ് നാം. അഥവാ വായിക്കുക എന്ന പ്രഖ്യാപനത്തോടുകൂടി ആരംഭിച്ച സ്റ്റേറ്റ്മെന്റുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ആ ഖുർആനാണ് ഈ ഉമ്മത്തിന്റെ, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. കൈവെള്ളയിലൂടെ ശുദ്ധവെള്ളം വന്നതും ചന്ദ്രനെ പിളർത്തിയതും തുടങ്ങി ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ ഉള്ള ഈ ഉമ്മത്തിന് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ മുഅ്ജിസത്തായി വിശുദ്ധ ഖുർആനിനെ തന്നെ കണക്കാക്കിയത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഖുർആനിന്റെ പ്രത്യേകത? മാരണവിദ്യക്കാരുടെ, ജ്യോത്സ്യന്മാരുടെ രംഗങ്ങൾ ഏറ്റവും വർദ്ധിച്ച കാലത്താണ് ഏറ്റവും വലിയ മുഅ്ജിസത്തുമായി, അവരെ മുഴുവനും തോൽപ്പിക്കുന്ന അത്ഭുതങ്ങളുമായി മൂസ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത്. ചികിത്സാ ലോകം അതിന്റെ അത്യുന്നതിയിൽ എത്തിയപ്പോഴാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ കഴിവുള്ളവരായി
അള്ളാഹു ആ ലോകത്തേക്ക്, ആ ജനതയിലേക്ക് അയക്കുന്നു. മരിച്ചവരെ വരെ ജീവിപ്പിക്കുകയും ഒരിക്കലും മാറുകയില്ലെന്ന് വിധി എഴുതപ്പെട്ട രോഗങ്ങൾ വരെ ശിഫയാകുകയും ചെയ്യുന്ന ഒരു മുഅ്ജിസത്ത് കൊണ്ട് ഈസാ നബി ചെന്നപ്പോൾ അവരുടെ ചികിത്സാ രംഗങ്ങളും അവരുടെ വലിയ വലിയ ബിഷഗ്വരന്മാര് വരെ ഞെട്ടിപ്പോയി. എന്നാൽ സാഹിത്യ ലോകത്തെ സാമ്രാട്ടുക്കളായ അറബികളെ, കഹ്താനിന്റെയും അദ്നാനിന്റെയും അറബി സാഹിത്യകാരന്മാർ, ആ അറബി സാഹിത്യകാരന്മാർ സാഹിത്യ ലോകത്ത് അത്യുന്നതിയിലെത്തിയ കാലത്താണ് നിമിഷ നേരം കൊണ്ട് കവിതകൾ എഴുതുന്ന, കവിതയെ കൊണ്ട് സൗന്ദര്യം തീർക്കുന്ന ഒരു കാലത്തേക്കാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുത ഗ്രന്ഥം കൊണ്ട് അള്ളാഹു പറഞ്ഞയക്കുന്നത്. ആ ഗ്രന്ഥമാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം തന്നെ ഇഖ്റ, നീ വായിക്കുക എന്നുള്ളതാണ്. വായിക്കുക എന്ന് പറയുന്ന ഖുർആൻ വായിക്കപ്പെടാൻ ഗ്രന്ഥങ്ങൾ വേണം. അന്ന് ഗ്രന്ഥങ്ങളില്ല. ഗ്രന്ഥങ്ങളില്ലാത്ത ലോകത്ത് എന്തുകൊണ്ടാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്? വായിക്കുക എന്ന് ഖുർആൻ പറയുമ്പോൾ അവിടെ തത്വത്തിൽ എന്തിനുള്ള പ്രഖ്യാപനമാണെന്ന് ചോദിച്ചാൽ, ഗ്രന്ഥങ്ങൾ എഴുതാനും വീണ്ടും വീണ്ടും വായന തുടരാനും എഴുത്തിന്റെ ലോകം വികസിപ്പിക്കാനും എല്ലാം ആ ഒറ്റ വാക്കുകൊണ്ട് ഖുർആൻ പറഞ്ഞു തീർക്കുകയാണ്. ആ ഗ്രന്ഥത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി കിട്ടിയ ഈ ഉമ്മത്ത് എഴുത്തിനെയും വായനയെയും വലിയ ഇബാദത്തായി, അള്ളാഹുവിനുള്ള ആരാധനയായി കൊണ്ട് നടക്കണം എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എഴുത്തെന്നുള്ളത് ഒരു കല മാത്രമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും എല്ലാം അള്ളാഹുവിനുള്ള ആരാധന കൂടിയാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മമായിട്ടാണ് അതിനെ കാണേണ്ടത്. അത് അങ്ങനെ ആവണമെങ്കിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കാനാവുന്ന ഗ്രന്ഥങ്ങളാവണം. നിന്റെ എഴുത്ത്, നിന്റെ വായന ധാർമ്മികമാവണം, പേനയുന്തികളാവരുത്. അങ്ങനെയുള്ള കലാകാരന്മാരല്ല നമ്മൾ ആവേണ്ടത്. ഇസ്ലാം എല്ലാ വിഷയത്തിലും വളരെ കൃത്യമായ നിലപാടുള്ള മതം ആണ് എന്ന് നമുക്കറിയാം. എഴുത്തെങ്ങനെയാവണം, വായന എങ്ങനാവണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. കല ഇസ്ലാം എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. മദീനത്തെ കൊച്ചു പള്ളി, പ്രവാചകർ ശ്രേഷ്ഠർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൊച്ചു പള്ളിയിൽ കവിത പാടുന്ന, പാട്ടുപാടുന്ന ഹസ്സാനുവിന് സാബിത്ത് തങ്ങൾക്ക് ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്തത്രേ. ആ പള്ളിയിലുള്ള സാധാരണ മിമ്പറിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നൽകുന്ന പ്രഭാഷണങ്ങളായിരുന്നു നടന്നത്. ആ പ്രഭാഷണങ്ങൾ നടന്ന ആ പള്ളിയിൽ മറ്റൊരു മിമ്പർ നിർമ്മിച്ചു കൊടുക്കുന്നത് കവിത പാടാനാണ്. പ്രഭാഷകരെ നിബിതങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. കവികൾക്ക് സമ്മാനങ്ങൾ നൽകിയും പ്രാർത്ഥിച്ചു കൊടുത്തും വീണ്ടും വീണ്ടും ആ രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കാനുള്ള ഇൻസ്പിറേഷനാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. നമുക്കതിനെ കുറിച്ച് മാത്രം വിശാലമായി പറയേണ്ടതുണ്ട്. തൊട്ടിപ്പുറത്ത് വരുന്ന അബ്ബാസിയ കാലമായാലും ഉമവിയ കാലമായാലും അന്നൊക്കെ സാഹിത്യകാരന്മാർക്ക്, രചനാ വൈഭവമുള്ളവർക്ക് കൊട്ടാരത്തിൽ പ്രത്യേകമായ സീറ്റും അവർക്ക് പ്രത്യേകമായ അലവൻസും അനുവദിച്ചു കൊടുത്തായിരുന്നു ഇസ്ലാമിക ഭരണരംഗം സാഹിത്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് മതത്തിന്റെ ഭാഗമാണ്. ഒരു വരക്ക്, ഒരു വരിക്ക്, ഒരു ഗാനത്തിന്, ഒരു പ്രഭാഷണത്തിന് 1000 വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് നന്മ വിരിച്ചു കൊടുക്കാനും ചിറക് വെച്ചു കൊടുക്കാനും എപ്പോഴാണോ ഒരാൾക്ക് സാധ്യമാവുന്നത് അപ്പോഴാണ് വിപ്ലവം പൂത്തുലയുന്നത്. അപ്പോഴാണ് ഈ സമുദായത്തിൽ വിപ്ലവകാരി പിറവിയെടുക്കുന്നത്. ലോകത്ത് നടക്കുന്ന ഏത് തിന്മയുടെയും കാരണം അജ്ഞതയാണ്, വെറുപ്പാണ്. ആ അജ്ഞത കുടിലം കൊണ്ട ഹൃദയത്തിൽ നന്മയുടെ അറിവിന്റെ വെളിച്ചങ്ങളാണ് ഓരോ വിപ്ലവകാരിയായ സാഹിത്യകാരന്മാരും തുന്നിച്ചേർത്ത് വെക്കേണ്ടത്. തന്റെ ഗാനം കൊണ്ട്, തന്റെ കവിത കൊണ്ട്, തന്റെ പ്രഭാഷണം കൊണ്ട്, തന്റെ വരി കൊണ്ട്, തന്റെ വര കൊണ്ട്.
ഇരുണ്ട ഹൃദയങ്ങളെ വെളുപ്പിക്കാനാവണം. അതാണ് ഖുർആൻ ഇവിടെ തീർത്ത ഏറ്റവും വലിയ സാഹിതീയ വിപ്ലവം. അങ്ങനെയുള്ള പഴയകാല പ്രശ്നങ്ങൾ, 6-ാം നൂറ്റാണ്ടിലെ പഴയ പ്രശ്നങ്ങൾ പുതിയ ഭാവത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ, പുതിയ കാലത്ത് പുതിയ പുതിയ രൂപത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ പഴയ പരിഹാരം പുതിയ ഭാവത്തിൽ ആവർത്തിക്കപ്പെടണം. അതാണ് SSFന്റെ സാഹിത്യോത്സവങ്ങൾ കൊണ്ട് സംഘടന താല്പര്യപ്പെടുന്നത്. ധർമ്മം പറയുന്ന, നന്മ ഈ ലോകത്തിന് വിതരണം ചെയ്യുന്ന എഴുത്തുകാരും പ്രഭാഷകരും ചിത്രകാരന്മാരും ഇവിടെ ഉണ്ടാവണം. അജ്ഞതയെ മാറ്റി നിർത്തി വെളിച്ചം വിതരണം ചെയ്യണം. ഇതിനെ നന്മയുടെ ശത്രുക്കളായിട്ടുള്ളവരെ മുഴുവനും തുരത്തി ഓടിക്കാനാവണം. എന്തുകൊണ്ടാണ് എഴുത്തുകാരെ, പ്രഭാഷകരെ, സാഹിത്യകാരന്മാരെ ഫാഷിസ്റ്റ് ശക്തികൾ ഭയപ്പെടുന്നത്? ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ഭയം ഫലസ്തീനിന്റെ യാസർ അറഫാത്തിനെ ആയിരുന്നില്ല, മറിച്ച് ആരെയായിരുന്നു? അവിടുത്തെ സാഹിത്യകാരന്മാരെയാണ്, അവിടുത്തെ എഴുത്തുകാരെയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ആയാലും ബെനിറ്റോ മുസോളിനി ആയാലും അവരുടെ ആദ്യകാലത്ത് അവർ ആയുധപ്പുരകളല്ല ഉണ്ടാക്കിയത്. സാഹിത്യകാരന്മാരെ, എഴുത്തുകാരന്മാരെ നാടുകടത്താനും അവരുടെ ഉദ്യോഗ പദവി ഇല്ലാതാക്കാനും അവർ ശ്രമിക്കുകയായിരുന്നു. കാരണം ഇസ്രയേൽ ഭയപ്പെട്ട മഹ്മൂദ് ദർവേഷിന്റെ ഒരു വാക്കിന് 1000 അമുട്ടുകളേക്കാൾ ശക്തിയുണ്ടെന്ന് ഫാസിസ്റ്റ് ശക്തികൾക്ക് അറിയാം. നമ്മുടെ വിരലി ചെത്തുന്നത് വരെ നമുക്ക് എഴുതാനാവണം. സാഹിത്യോത്സവ് അതിനൊരു പ്രചോദനമാണ്. നന്മയുടെ അറിവിന്റെ ലോകത്തേക്ക് ഇനിയും ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് കൂടുതൽ ശക്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സാഹിത്യോത്സവന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് വാക്കുകൾക്ക് വിട. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ SSF വിദ്യാർത്ഥികളെ, കലകളെ കൊണ്ട് വിസ്മയം തീർക്കുന്ന SSF സാഹിത്യോത്സവ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂത്തുപറമ്പ് ഡിവിഷനിലും നടക്കാനിരിക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ സർവ്വവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് കൂത്തുപറമ്പ് സോൺ കമ്മിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, പ്രാസ്ഥാനിക നായകന്മാരെ, SSFന്റെ കൂത്തുപറമ്പ് ഡിവിഷൻ സാരഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ സന്തോഷകരമായ SSFകാരൻ്റെ 3-ാം പെരുന്നാളായി നാം ആഘോഷിച്ചു വരുന്ന സാഹിത്യോത്സവിൻ്റെ ഡിവിഷൻ തല ഉദ്ഘാടന വേദിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതിഭകൾ തങ്ങളുടെ പ്രതിഭാത്വം തെളിയിക്കാൻ വേണ്ടി പാടിയും വരഞ്ഞും എഴുതിയും മറ്റു പല മത്സര പ്രോഗ്രാമുകളിൽ പങ്കെടുത്തും തൻ്റെ കഴിവ്, സർഗവാസന പ്രകാശിപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോടൊപ്പം ഒരു സന്തോഷത്തിൽ പങ്കുകൊള്ളുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. സാഹിത്യം, കല എന്നതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ ഉള്ളിൽ കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള, വ്യക്തിത്വം പ്രകാശിപ്പിക്കുവാനുള്ള വിവിധ സംവിധാനങ്ങളാണ് സത്യത്തിൽ കലയും സാഹിത്യവും. മനുഷ്യന്റെ കഴിവുകളെ വിദ്യാഭ്യാസം മുഖേന ആർജിച്ചെടുത്ത പ്രാഗൽഭ്യത്തെ, ആ പ്രാഗൽഭ്യത്തെ ശരിയാം വിധം ധാർമ്മികമായി ഉപയോഗപ്പെടുത്തുവാനുള്ള സംവിധാനമാണ് SSF സത്യത്തിൽ ഈ സാഹിത്യോത്സവിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. മറ്റുള്ളവന്റെ വേദന അറിയാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ, സാന്ത്വന പ്രവർത്തനങ്ങളേകാൻ, ബുദ്ധിയും കഴിവും വിചാരവും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, തെറ്റു കാണുന്നിടത്ത് തിന്മയ്ക്കെതിരെ
പ്രതിഷേധിക്കാനും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുവാനുമുള്ള ഉള്ളുകൊണ്ടുള്ള കഴിവ്, ഇച്ഛാശക്തി, പ്രതിഷേധ ശക്തി, ഇതെല്ലാമാണ് സാഹിത്യോത്സവം സത്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്നും നാളെയുമായി നടക്കുന്ന മഹത്തായ കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവം ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം അതുകൊണ്ടെല്ലാം സമൂഹത്തിന് എങ്ങനെ ഗുണങ്ങൾ ചെയ്യാമെന്ന കഴിവുകൾ കൂടെയാണ് പകർന്നു കൊടുക്കുന്നത്. കഴിഞ്ഞകാല SSFന്റെ നേതാക്കൾ ഒരു കാലത്തെ SSFന്റെ സാഹിത്യോത്സവത്തിലൂടെ വളർന്നു വന്നവരാണ്. അവർ സമൂഹത്തോട് സംവദിക്കാൻ, സമൂഹത്തിൽ നന്നായി ഇടപെടാൻ, വായിക്കാൻ, റിപ്പോർട്ട് തയ്യാറാക്കാൻ, അനിവാര്യമായ ഘട്ടങ്ങളിൽ നമ്മുടെ കഴിവുകളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ സാഹിത്യോത്സവത്തിലൂടെ നേടിയ കഴിവുകൾ തന്നെയാണ് സത്യത്തിൽ സംഘടനാ രംഗത്ത് ഇന്നത്തെ സംഘടനാ നേതാക്കൾ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന കൊച്ചു കൂട്ടുകാർ, ഇതൊരവസരമാണ്. അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. വിജയിക്കട്ടെ, വിജയിക്കാതിരിക്കട്ടെ, ഫസ്റ്റ് ലഭിക്കട്ടെ, തേർഡ് ലഭിക്കട്ടെ, ഒന്നും ലഭിക്കാതിരിക്കട്ടെ, അതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ലക്ഷ്യം ഈ മത്സരത്തിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുന്നിടത്ത് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ കൊച്ചു കൂട്ടുകാർക്കും പ്രതിഭകൾക്കും SSFന്റെ സഹപ്രവർത്തകർക്കും ഒരായിരം മനസ്സിൻ്റെ അകത്തു നിന്നുള്ള അനുമോദനങ്ങളും സന്തോഷങ്ങളും ആശംസകളും പങ്കുവെച്ചുകൊണ്ട് ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2021 കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവം ഉദ്ഘാടന സെഷൻ സമാപ്തി കുറിക്കുകയാണ്. ഉദ്ഘാടന സെഷനിൽ നമ്മോടൊപ്പം ചേർന്ന TD രാമകൃഷ്ണൻ സാറിനും സന്ദേശ പ്രഭാഷണം നടത്തി തന്ന ജില്ലാ പ്രസിഡന്റ് അനസമാനി ഉസ്താദ് അവർകൾക്കും മറ്റു പ്രാസ്ഥാനിക നേതാക്കൾക്കും ശ്രോതാക്കൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.